Perfect. 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 ലോകത്തിലെ തന്നെ ഏറ്റവും കോടീശ്വരന്മാരിൽപ്പെട്ട ഒരാളായ ബിൽ ഗേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് കൂടി നോക്കാൻ പോകുന്നത്. ബിൽ ഗേറ്റ്സ് നിർമ്മിച്ച മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഈ ഒരു അവസ്ഥയിലുള്ള ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഏറ്റവും അറിയപ്പെട്ട കമ്പനിയാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നല്ല, അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് കൂടി പരിശോധിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാവൽ സ്റ്റണ്ണർ. Perfect. 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 1955 ഒക്ടോബർ 28 ലോക കോടീശ്വരന്മാരിൽ ഒരാളായ ബിൽ ഗേറ്റ്സ് ഹെൻറി ഗേറ്റ്സ് സീനിയർ എന്നിവരുടെയും മേരി മാക്സ്വെൽ എന്നിവരുടെയും മകനായി അമേരിക്കയിലെ സിയാറ്റിലിൽ ജനിക്കുന്നു. വില്യം ഹെൻറി ഗേറ്റ്സ് എന്നാണ് വില്യം ഗേറ്റ്സിന്റെ ഫുൾ നെയിം. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളും നിലവിലെ ചെയർമാനുമാണ് നമ്മുടെ ബിൽ ഗേറ്റ്സ്. 1995 മുതൽ 2009 വരെ 2008 ഒഴികെയുള്ള എല്ലാ വർഷത്തിലും ഒന്നാം സ്ഥാനത്താണ്. ധനികരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ ബിൽ ഗേറ്റ്സ് നിൽക്കുന്നത്. 2011 രണ്ടാം സ്ഥാനക്കാരനും അതേപോലെ തന്നെ അമേരിക്കയിലെ തന്നെ ധനികൻ ആയിരുന്ന നമ്മുടെ ബിൽ ഗേറ്റ്സ് ഒരു പുസ്തക രചയിതാവാണ്. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. 2000 ബിൽ ഗേറ്റ്സും തൻ്റെ ഭാര്യയായ മെലിൻഡയും ചേർന്ന് ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന് രൂപം കൊടുക്കുന്നു. തൻ്റെ പിതാവായ ഹെൻറി ഗേറ്റ്സ് ഒരു പ്രധാനപ്പെട്ട വലിയ അറിയപ്പെട്ട ഒരു വക്കീലായിരുന്നു. അതേപോലെ തന്നെ തൻ്റെ മാതാവ് ഫസ്റ്റ് ഇൻഡർസ്റ്റേറ്റ് ബാങ്ക് സിസ്റ്റം എന്നതിലും യുണൈറ്റഡ് വേ എന്നതിലും ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു. ബിൽ ഗേറ്റ്സിന്റെ അമ്മയുടെ പിതാവായ JW മാക്സ്വെൽ എന്നിവർ നാഷണൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 13-ാം വയസ്സിലാണ് ബിൽ ഗേറ്റ്സ് സിയാറ്റിലെ ലേക്ക് സൈഡ് സ്കൂളിൽ ചേരുന്നത്. ഗ്രേഡ് 8 ആയിരുന്നപ്പോൾ സ്കൂളിലെ മദേഴ്സ് ക്ലബ്ബ് കുട്ടികൾക്കായി ബിൽ ഗേറ്റ്സ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്കായി ഒരു ASR ടെലിടേപ്പ് ടെർമിനലും ഒരു GE കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ടൈം സ്ലോട്ടും വാങ്ങിക്കൊടുത്തു. ഈ ഒരു സമയത്ത് ഈ രണ്ടു ഉപകരണങ്ങളിൽ ബേസിക് ഭാഷയിൽ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിൽ വളരെയേറെ മിടുക്കനായിരുന്നു ബിൽ ഗേറ്റ്സ്. തൻ്റെ മിടുക്കും അതിലുള്ള താല്പര്യവും മാനിച്ച് സ്കൂളിലെ ടീച്ചർമാർ തന്നെ ഗണിത ക്ലാസ്സിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ അനുവദിച്ചു. അതിനുശേഷം ബിൽ ഗേറ്റ്സ് ആദ്യമായി വികസിപ്പിച്ചത് കമ്പ്യൂട്ടറുമായി ടിക് ടാക് ടോക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. 17-ാം വയസ്സിലാണ് ബിൽ ഗേറ്റ്സ് തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ പോൾ അലനുമായി ചേർന്ന് ഡ്രാഫ് ഓ ഡാറ്റ എന്നൊരു സംരംഭം ആരംഭിക്കുന്നു. നിർദ്ദേശങ്ങൾ യഥാക്രമം കൃത്യമായി പ്രാവർത്തികമാക്കാനുള്ള ഈ യന്ത്രത്തിന്റെ കഴിവ് കണ്ട് ബിൽ ഗേറ്റ്സ് ഈ ഒരു യന്ത്രത്തിലേക്ക് താല്പര്യമുള്ളവനാവുകയും അതേപോലെ തന്നെ ഈ ഒരു യന്ത്രത്തിലേക്ക് ആകർഷിച്ചവനാവുകയും ചെയ്തു. ഇന്റൽ 808 പ്രോസസർ അടിസ്ഥാനമാക്കിയുള്ള ട്രാഫിക് കൗണ്ടറുകളാണ് ബിൽ ഗേറ്റ്സും പോൾ അലനും കൂടി ഈ ഒരു സ്ഥാപനത്തിൽ നിർമ്മിച്ചത്. 1973 ലേക്ക് സൈഡ് സ്കൂളിൽ നിന്ന് ബിൽ ഗേറ്റ്സ് ബിരുദം നേടുകയും അതിനുശേഷം ഹാർവാർഡ് എന്ന കോളേജിൽ ചേരുകയും ഉണ്ടായി. ഹാർവാർഡിലെ പഠനകാലത്ത് ബിൽ ഗേറ്റ്സ് അധികമായൊന്നും പഠനത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ആ സമയത്തൊക്കെ ബിൽ ഗേറ്റ്സ് ഹാർവാർഡിലെ കമ്പ്യൂട്ടറിലാണ് ചിലവഴിച്ചത്. പിന്നീട് 1975 നവംബറിൽ ബിൽ ഗേറ്റ്സും തൻ്റെ കൂട്ടുകാരനായ പോൾ അലനും ചേർന്ന് മൈക്രോസോഫ്റ്റ് എന്ന പേരിൽ ആൽബുക്കർക്കിയിൽ ഒരു ഓഫീസ് തുടങ്ങുകയുണ്ടായി. അതിനുശേഷം ഒരു വർഷത്തിന് ഇടയിൽ തന്നെ പേരിനിടയിലെ ആ ഒരു ഹൈഫൺ നീക്കം ചെയ്ത് മൈക്രോസോഫ്റ്റ് എന്നൊരു പൂർത്തീകരിച്ച രീതിയിൽ വായിക്കാൻ പറ്റുന്ന ഒരു പേര് ഉണ്ടായി. അങ്ങനെ 1976 നവംബർ 26 ന്യൂ മെക്സിക്കോ സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കാര്യാലയത്തിൽ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. പിന്നീട് 1979 ജനുവരി 1 കമ്പനി ആസ്ഥാനം വാഷിംഗ്ടണിലെ ബെല്ലിവ് എന്നൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇതിനുശേഷം കുറേ പ്രശ്നങ്ങളും കുറേ കലഹങ്ങളും കുറേ ഒത്തുതീർപ്പുകളെല്ലാം കഴിഞ്ഞ് 1981 ജൂൺ 25 ബിൽ ഗേറ്റ്സിന്റെ മേൽനോട്ടത്തിൽ മൈക്രോസോഫ്റ്റ് പുനഃസംഘടിച്ചു. ഈ ഒരു സംഘാടനത്തിനു ശേഷം കമ്പനി വാഷിംഗ്ടൺ സംസ്ഥാനത്ത് പുതുക്കി രജിസ്റ്റർ ചെയ്യുകയും ബിൽ ഗേറ്റ്സിനെ ഈ ഒരു മൈക്രോസോഫ്റ്റിന്റെ പ്രസിഡന്റായും ബോർഡ് അധ്യക്ഷനായും
തിരഞ്ഞെടുത്തു. 1985 നവംബർ 20-നാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് പുറത്തിറക്കുന്നത്. അതിനുശേഷം IBMുമായി ചേർന്ന് OS/2 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പുറത്തിറക്കുകയുണ്ടായി. എന്നാൽ 1991 മെയ് 16-ന് IBMുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനാൽ മൈക്രോസോഫ്റ്റ് ഈ ഒരു സംരംഭത്തിൽ നിന്ന് OS/2 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിന്ന് പിന്മാറി വിൻഡോസ് NTയിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ ഏകദേശം ഈ ഒരു 2019 നമ്മുടെ ബിൽ ഗേറ്റ്സിൻ്റെ ആസ്തിയുടെ കണക്ക് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം $108.2 ബില്യൺ വരുന്നത്. ഈ ഒരു 64 വയസ്സുള്ള ബിൽ ഗേറ്റ്സ് എന്നൊരു വ്യക്തി കുട്ടികൾക്കും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കും വളരെയേറെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല മനസ്സുള്ള നല്ലൊരു പൗരൻ കൂടിയാണ് ഈ ഒരു വ്യക്തി. 2019 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ ബിൽ ഗേറ്റ്സ് നിൽക്കുന്നത്. 1ാമത് നമ്മുടെ ആമസോണിൻ്റെ ജെഫ് ബെസോസ്. ധാരാളം കാര്യങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്. ഈ ബിൽ ഗേറ്റ്സിൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ വെച്ച് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ഐഡിയാസ് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. See you soon. Bye bye.